ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതന്ന് ഞാൻ കുറച്ച് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടേ എണ്ണയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാദ്യം ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഏകദേശം ഒരു 1/2 ലിറ്റർ എണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 സാധനങ്ങൾ മതി കേട്ടോ. രണ്ട് സാധനം. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 2 കുപ്പിയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാരണം ഞാനിത് ആട്ടി വെളിച്ചെണ്ണയായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ വേഗം 2 കുപ്പിയിലാക്കിച്ചതാണ്. നല്ല എണ്ണയാകുമ്പോൾ ഏറ്റവും നല്ലതാട്ടോ വെളിച്ചെണ്ണ. അപ്പോൾ ആട്ടിയ എണ്ണയൊക്കെ നമ്മളെ വീട്ടിൽ കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കുറച്ച് തോനെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം എടുത്തത് റോസ്മേരി കേട്ടോ. അപ്പോൾ ഞാനൊരു കുപ്പി റോസ്മേരി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട്. പിന്നെ കരിഞ്ചീരകം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും മാത്രമായിട്ട് നമുക്ക് എണ്ണ കാച്ചാൻ. അപ്പോൾ ഞാനും അമ്പാടിയും കൂടിയാണ് എണ്ണ കാച്ചുന്നത്. അപ്പോൾ അമ്പാടി എൻ്റെ കൂടെ ഉണ്ട്. അമ്പാടി എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നത് എനിക്ക് വീഡിയോ ഇടുമ്പോൾ മനസ്സിലാവണില്ല. അപ്പോൾ ഞാൻ അതിന് വോയിസ് കൊടുത്താട്ടോ. അപ്പോൾ അതാ ഞാൻ അതിന് എണ്ണ കാച്ചാൻ ഒരടപ്പ് റോസ്മേരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ എത്ര എടുക്കണം വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള റോസ്മേരി എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ ആ അടപ്പിന് തന്നെ ഒരടപ്പ് വേണ്ട, അതിൻ്റെ പകുതി മതി കേട്ടോ. കരിഞ്ജീരകം ഏറ്റവും നല്ല കേട്ടോ. മുടി കൊഴിച്ചിലിനും മുടി കറക്കാനും മുടിക്ക് ഉള്ളു കിട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാട്ടോ കരിഞ്ജീരകം. പിന്നെ റോസ്മേരി. അപ്പം ഞാൻ ഈ റോസ്മേരി വാങ്ങി ഫസ്റ്റ് ഒന്ന് എണ്ണ ഉണ്ടാക്കിയിട്ട് തേച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല മക്കൾക്കും ഉണ്ട് കേട്ടോ. ഞാനും മക്കളും ഇപ്പോൾ ഈ എണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ റോസ്മേരിയും കരിഞ്ജീരകം കൂടി നല്ല ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങണമെങ്കിൽ നല്ല ചതച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് ആ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പ് കത്തിച്ചാൽ മതി. കാരണം ചൂടായ എണ്ണയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഇതിട്ട് കൊടുക്കരുത് കേട്ടോ. നമ്മൾ എണ്ണ അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അടുപ്പ് കത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അടുപ്പ് കത്തിച്ചു. അപ്പം നല്ല ഒന്ന് ചൂടായമായിട്ട് നല്ല ഇതാവണ്ട കേട്ടോ. ബ്രൗൺ കളറാവരുത്, പിന്നെ മൂക്കരുത് കേട്ടോ. എണ്ണ മൂത്ത് കഴിഞ്ഞാൽ മുടിക്ക് ഭയങ്കര കേടാണ്. മുടി കൊഴിച്ചിലും ഒക്കെ നല്ല ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതങ്ങനെ ഞങ്ങളെ എണ്ണ കാച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരും കേട്ടോ. നല്ലൊരു മണം, ഒരു വിക്സിൻ്റെ ഒക്കെ ഒരു മണം കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനിവിടെ എണ്ണ കിട്ടിയപ്പോൾ കുറച്ച് തോനെ ഉണ്ടാക്കി വെച്ചു. ഇവിടെ മക്കൾക്കും ഈ എണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ പറ്റുന്നവർ ഈ എണ്ണ ഉണ്ടാക്കി വെക്കണം കേട്ടോ. നല്ലതാണ് മുടി കൊഴിച്ചിലിനൊക്കെ ഏറ്റവും നല്ല കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ഇത് പറ്റിക്കോളുന്നില്ല. പറ്റുന്നവർ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.